ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സുവിശേഷം ഒരു തമാശ വിഷയമല്ല, സുവിശേഷം ഒരു ലാഘവ വിഷയവുമല്ല. സുവിശേഷം ഒരു സ്നേഹ വിഷയമാണ്. അതുപോലെ തന്നെ സുവിശേഷം ഒരു മൂർച്ചയുള്ള വിഷയവുമാണ്, മൂർച്ചയുള്ളൊരു വിഷയവുമാണ്. നമുക്കെല്ലാവർക്കും വിവിധ നമ്മുടെ പള്ളികളൊക്കെ ഉണ്ട്. പള്ളിയിൽ നിന്ന് നടത്തിക്കിട്ടേണ്ട ഏതെങ്കിലും ഒരു കാര്യം നടത്തിക്കിട്ടാൻ വേണ്ടിയല്ല നമ്മളിവിടെ വരുന്നത്. പിന്നെ നമ്മൾ എന്തിനാ വരുന്നത് ഇവിടെ? ദൈവമക്കളെ, എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയാനുണ്ട്. നിങ്ങൾക്കും ഉത്തരം കണ്ടെത്തണം. എന്തിനാണ് ഇവിടെ വരുന്നത്? ടു ലവ് ജീസസ്, യേശുവിനെ സ്നേഹിക്കണം. ടു ഒബേ ജീസസ്, യേശുക്രിസ്തുവിനെ അനുസരിക്കണം. ടു ക്ലിൻസ് ബൈ ദ ഷെഡ് ബ്ലഡ് ഓഫ് ജീസസ്, കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് കഴികൾ പ്രാപിക്കണം. നാലാമത് ഒന്നുകൂടെ ഉണ്ട്, ടു ഹാവ് ദ ലൈഫ് ഓഫ് ജീസസ്, യേശുക്രിസ്തുവിൻ്റെ ജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വരണം. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ആത്മാവിൽ ജീവൻ പ്രാപിക്കുകയും ചെയ്യണം. 4 കാര്യങ്ങളാണ്. 1, യേശുവിനെ സ്നേഹിക്കാനാണ് ഇവിടെ വരുന്നത്. 2, യേശുക്രിസ്തുവിനെ അനുസരിക്കാനാണ് ഇവിടെ വരുന്നത്. 3, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴികൾ പ്രാപിക്കാനാണ് ഇവിടെ വരുന്നത്. 4, കർത്താവായ യേശു തരുന്ന ജീവൻ പ്രാപിക്കാനാണ് ഇവിടെ വരുന്നത്. മനുഷ്യരെ കാണാനല്ല വരുന്നത്. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അത് നിങ്ങളുടെയും അനുഭവമാണ്. നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും സ്നേഹമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സമസൃഷ്ടിയെ സ്നേഹിക്കുക തന്നെ ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? അപ്പം ഞാൻ ഈ കൂട്ടായ്മയിൽ ഒരു എളിയ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? അത് ഈ കൂട്ടായ്മയിലെ ഓരോ ശുശ്രൂഷകനും ഉണ്ടായിരിക്കണം. എന്താണ് അവൻ്റെ ഉത്തരവാദിത്തം? അവന് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഈ കൂട്ടായ്മയിൽ വചനം പറയുന്നവനായാലും പാട്ട് പാടുന്നവനായാലും വോളണ്ടിയർ ആയാലും ഭക്ഷണം ഉണ്ടാക്കുന്നവനാണെങ്കിലും നീ ഇന്നും യേശുക്രിസ്തുവിനോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നീ ഉറപ്പാക്കണം. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. എനിക്ക് യേശുക്രിസ്തുവുമായി സജീവമായ ബന്ധമുണ്ടോ, അതോ എൻ്റെ ബന്ധം അറ്റുപോയിരിക്കുകയാണോ? ഇത് ഉറപ്പാക്കിയിരിക്കണം. അത് ഉറപ്പാക്കിയിട്ട് വേണം ഏത് ശുശ്രൂഷകനും. ആ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ശുശ്രൂഷാ സംഘത്തിൽ നിന്ന് മാറിയെന്നാലും പ്രയാസമില്ല. ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് എനിക്ക് ശരിയായൊരു ബന്ധമുണ്ടെന്നുള്ളതായ ഒരു ഉറപ്പ്. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലാണ് വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവാനെന്ന് ഭാഗ്യവാനായ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ദൈവമക്കളെ, പിന്നെ ഒരു കാര്യമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 4-5 വാക്യം, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശാ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഭാഗ്യവാനായ അപ്പോസ്തലൻ പറയുകയാണ്, കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോസ്തലൻ മനസ്സിലായി, കൃപയിൽ നിന്ന് വീണുപോയി. ദൈവമക്കളെ, കൃപയിലാണോ നിൽക്കുന്നത്, കൃപയിൽ നിന്ന് വീണുപോയേ എന്ന് ആത്മാർത്ഥമായി
ചിന്തിക്കുകയും ധ്യാനിക്കുകയും ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും, കൃപയിൽ നിന്ന് ഞാൻ വീണുപോയോ അതോ ഞാൻ കൃപയിലാണോ നിൽക്കുന്നത് എന്ന്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം വായിച്ചു നോക്കാം. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളിപ്പോൾ കൃപയിലാണെന്ന് ഞാൻ സാക്ഷ്യത്തോടെ പറയുകയാണ്. ദൈവമക്കളെ, കൃപയിലാണോ നിൽക്കുന്നത്, കൃപയിൽ നിന്ന് വീണുപോയോ എന്ന് ആത്മാവുള്ള ദൈവമക്കൾക്ക് മനസ്സിലാവും. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളിപ്പോൾ കൃപയിലാണോ അല്ലെങ്കിൽ കൃപയിലല്ലയോ എന്ന്. നിങ്ങൾക്ക് ശരണമുണ്ടോ ശരണമില്ലയോ എന്ന്. നിങ്ങൾ ജീവനുള്ള ദൈവത്തോടുള്ള സജീവമായ ബന്ധത്തിലാണോ അതോ ബന്ധത്തിലല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെയും മനസ്സിലാകും. ക്രിസ്തുവിനോടുള്ളതായ ആ ബന്ധത്തിൽ ജീവിക്കുന്നെങ്കിൽ അത് മനസ്സിലാകാതെ പോകില്ല. അത് മനസ്സിലായി വേണം നാം ഓരോ അടി മുന്നോട്ട് പോകാനായിട്ട്. അത് മനസ്സിലാക്കി വേണം ഓരോ സ്റ്റെപ്പ് വയ്ക്കാനായിട്ട്. ഞാൻ കൃപയിൽ നിന്ന് വീണ അവസ്ഥയിലാണോ, ഞാൻ കൃപയിലാണോ? അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, നിങ്ങൾ കൃപയിലാണ് നിൽക്കുന്നതെന്ന്. ശരിയായ വിശ്വാസത്തിൽ ശരിയായ ബന്ധത്തിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ സാക്ഷ്യം പറയുന്നുവെന്ന്. അതേ അപ്പോസ്തലൻ തന്നെ 2-ാം അധ്യായത്തിലേക്ക് വരാം. 2 പത്രോസ് 3:17 വായിച്ചു നോക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോസ്തലൻ പറയുന്നു, വീണു പോകുന്നു. നിങ്ങളിപ്പോൾ കൃപയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ അപ്പോസ്തലൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോകുന്നു. ദൈവമക്കളെ, ശ്രദ്ധിക്കണം. അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നാം ആത്മീയമായി പോഷന്മാരായി പോവും. അത് മനസ്സിലാക്കി വേണം നമ്മുടെ ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഞാൻ കൃപയിലാണോ നിൽക്കുന്നത്? എനിക്ക് ക്രിസ്തുവുമായി ബന്ധമുണ്ടോ? എനിക്ക് കൂട്ടായ്മയിൽ ശുശ്രൂഷയുണ്ടോ എന്നുള്ളതല്ല. കൂട്ടായ്മ നടത്തുന്നവരുമായി എനിക്കൊരു അടുപ്പമുണ്ടോ എന്നുള്ളതല്ല. എനിക്ക് ഏതെങ്കിലും സഭയുടെ ശുശ്രൂഷയുണ്ടോ എന്നുള്ളതല്ല. സഭയിലെ ഏതെങ്കിലും സ്ഥാനീയാണോ ഞാൻ എന്നുള്ളതല്ല. എനിക്ക് ക്രിസ്തുവുമായി ഒരു നേരിട്ടൊരു ബന്ധമുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചെന്തെങ്കിലും കിട്ടിയോ എന്നുള്ളതല്ല. ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്കൊരു നല്ല മറുപടി കിട്ടി, എനിക്കൊരു പരിഹാരം കിട്ടി, അതുമല്ല വിഷയം. അതിനേക്കാൾ എല്ലാമുള്ള ഗൗരവമേറിയ വിഷയമാണ്, ഞാൻ ക്രിസ്തുവുമായി ഒരു ശരിയായ ബന്ധത്തിലാണോ പോണത്? ദൈവം എന്നെ നോക്കി സന്തോഷിക്കുന്ന ഒരവസ്ഥയിലാണോ എൻ്റെ ദുരന്തോറുമുള്ള കാര്യങ്ങൾ പോകുന്നത്? ദൈവം എന്നെ നോക്കി സന്തോഷിക്കുമോ? ദൈവം എന്നെ കണ്ട് സന്തോഷിക്കുമോ? എൻ്റെ വാക്കും പ്രവൃത്തിയും കൊണ്ട് ദൈവം സന്തോഷിക്കുമോ? എൻ്റെ പെരുമാറ്റവും മനോഭാവവും കൊണ്ട് ദൈവം സന്തോഷിക്കുമോ? ദൈവമക്കളെ, ഇത് നാം ഉറപ്പാക്കി വേണം മുമ്പോട്ട് പോകാനായിട്ട്. കൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യയിലെ എല്ലാവരും വീണുപോയില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കുറേ പേര് വീണുപോയി. എങ്ങനെ? അവരുടെ വിശ്വാസം മാറിപ്പോയി. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് പകരം അവർ വേറെ ചില അനുഷ്ഠാനങ്ങളിലും വേറെ ചില ശുശ്രൂഷകളിലും വേറെ ചിലതിലെല്ലാം അവരുടെ വിശ്വാസം പോയി. യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ സൗജന്യമായിട്ട് എത്രയോ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. ആ വിശ്വാസം വിട്ടിട്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്താൽ, ഞാൻ ഏതെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്താൽ ദൈവം എന്നെ നോക്കി സന്തോഷിക്കുമെന്നുള്ളതായ ഒരു ഭോഷ്കിന് അടിമപ്പെടുന്നു. എന്താ സംഭവിക്കുന്നത്? അവൻ യേശുക്രിസ്തുവുമായുള്ള ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയി. അതാണ് ശുശ്രൂഷകന്മാർക്ക് പറ്റുന്ന വീഴ്ച. അവർ ശുശ്രൂഷയിലേക്ക് നോക്കും. ശുശ്രൂഷയിൽ ആത്മാവ് വ്യാപരിക്കുന്നുണ്ടോ? ശുശ്രൂഷകൾ തൃപ്തിയായി നടക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ കൃപയിലാണെന്ന് വിചാരിക്കും. ദൈവമക്കളെ, ശുശ്രൂഷകളും യേശുക്രിസ്തുവുമായി ബന്ധത്തിന് വലിയ കാര്യമില്ല. കാരണം എനിക്ക് വേണ്ടിയല്ല യേശു ഇപ്പോൾ എൻ്റെ നാവിൽ വചനം തരുന്നത്, എനിക്കും നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് തരുന്നത്. ഞാൻ വീണിരിക്കുകയാണെങ്കിലും എൻ്റെ നാവിനെ ദൈവം ഉപയോഗിക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും. അതുകൊണ്ട് എൻ്റെ നാവിൽ വചനം വരുന്നെന്നുള്ളത് കൊണ്ട് ഞാൻ കൃപയിലാണെന്ന് അർത്ഥമില്ല. ഞാൻ കൃപയിലാകണമെങ്കിൽ ഞാൻ തന്നെത്താനിരുന്ന് ശോധന ചെയ്യണം. ഞാൻ വിശ്വാസത്തോടു കൂടിയാണോ ജീവിക്കുന്നത്? ഞാൻ ക്രിസ്തുവിലുള്ള ശരണത്താലാണോ ജീവിക്കുന്നത്?
അത് ഞാൻ തന്നെ ഉറപ്പാക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ കൃപയിൽ നിന്ന് വീണുപോകും. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞു, അവർ വീണുപോയി. എന്താ കാര്യം? അവർ വിശുദ്ധ ജീവിതത്തിൽ വീണുപോയി. ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവർ കൃപയിൽ നിന്ന് വീണുപോയി. ദൈവമക്കളെ, എവിടെയെല്ലാമാണ് നാം കൃപയിൽ വീഴുന്നത്? ഒന്ന്, വിശ്വാസത്തിന് പകരം, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിന് പകരം നാം ശുശ്രൂഷകളെ പിടിക്കുന്നു, നാം ശുശ്രൂഷകന്മാരെ പിടിക്കുന്നു, നാം സംഘടനകളെ പിടിക്കുന്നു, നാം സഭയെ പിടിക്കുന്നു, നാം പിതാക്കന്മാരെ പിടിക്കുന്നു. അപ്പോഴെല്ലാം നമ്മുടെ ആത്മാവിൽ ക്രിസ്തുവിനോടുള്ളതായ ആ ശരണം മുറിഞ്ഞു പോകുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ളതായ ആ രക്ഷയല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങൾക്ക് ദൈവരാജ്യമോ ദൈവത്തിന് അനുഗ്രഹമോ കിട്ടുമെന്ന് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ കൃപയിൽ അന്യരപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മേൽ ദൈവകൃപയുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായ യേശു ക്രിസ്തുവുമായുള്ള ഒരു ശരിയായ ബന്ധമുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഉറപ്പാക്കണം. ചിലർ അശുദ്ധിയിൽ വീണുപോയി, പാപത്തിൽ വീണുപോയി, ജീവിതത്തിലേക്ക് പാപം കടന്നു വരുന്നു, പാപത്തിൽ വീണുപോയി. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് അനേകർക്ക് പാപം സംഭവിക്കുന്നത്? പാപം സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം, രക്ഷിക്കപ്പെട്ടവന് പാപം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ളതായ ബോധം അവന് നഷ്ടപ്പെടുന്നു. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുമെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും, നിനയാത്ത നാഴികയിൽ മരണം വരും, നിനയാത്ത നാഴികയിൽ യേശുക്രിസ്തു മടങ്ങി വരും. ഈ ബോധം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ ലാഘവമായി ചിന്തിക്കാൻ പോകുന്നു. ഇനിയും അവസരമുണ്ട്, ഇനിയും എനിക്ക് തിരുത്താം, ഇനിയും ശരിയാകാം എന്നുള്ളതായ ഒരു ഭോഷ്കിനടിമപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, നാം ലോകത്തിലേക്ക് ഇറങ്ങരുത്, ലോകത്തിലെ മോദങ്ങളിലേക്ക് ഇറങ്ങരുത് എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ നാം പ്രത്യേക ഏതെങ്കിലും സഭയുടെയോ സംഘടനയുടെയോ കാര്യത്തിലേക്കല്ല നാം ഇറങ്ങേണ്ടത്. തെറ്റായ കാര്യത്തിലേക്കല്ല എല്ലാവരും ഇറങ്ങുന്നത്, പാപത്തിലേക്കല്ല എല്ലാവരും ഇറങ്ങുന്നത്. അവരുടെ ദൃഷ്ടിയിൽ ആത്മീയമെന്ന് തോന്നുന്ന പല കാര്യത്തിലേക്കുമാണ് പലരും ഇറങ്ങുന്നത്. ഫലമെന്തുണ്ടാകുന്നു? അവർ ദൈവകൃപയിൽ നിന്ന് വീണുപോകുന്നു. വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ, വീണുപോയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. വീണുപോയാൽ എന്താണ് അവസ്ഥ? നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, വീഴ്ച എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ വീഴുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയാൽ വീണുപോകും. ക്രിസ്തു ഒഴികെ വേറെ ആരോടെങ്കിലും നിങ്ങൾക്ക് ആത്മീയമായിട്ട് ഒരു വലിയ ക്രിസ്തുവിനേക്കാൾ വലിയൊരു അടുപ്പം വന്നു കഴിയുമ്പോൾ നിങ്ങൾ കൃപയിൽ നിന്നപ്പെട്ടു പോകും. ക്രിസ്തുവാണ് നിൽക്കുന്നത്, ക്രിസ്തുവാണ് ഉദയനക്ഷത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രമാണ് ഉദിക്കേണ്ടത്. നക്ഷത്രങ്ങളല്ല ഉദിക്കേണ്ടത്, ഉദയനക്ഷത്രം ഉദിക്കണം. നക്ഷത്രങ്ങൾ, അവർ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും. ദൈവമക്കളെ, മനുഷ്യന് കൃപയിലേക്ക് അഥവാ ആത്മീയ ശുശ്രൂഷകന്മാർ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും. പക്ഷേ ഉദയനക്ഷത്രമുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ. ഉദയനക്ഷത്രം ഉദിക്കുവോളം വിശ്വാസം കാൽക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. ആരാണ് ഉദയനക്ഷത്രം? കർത്താവായ യേശു ക്രിസ്തു. അവൻ വീണ്ടും വരാൻ പോകുന്ന സൂര്യനാണ്. അവൻ വരുന്നതിൻ്റെ അടയാളമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ഉദിക്കണം. നക്ഷത്രം പോരാ, ഉദയനക്ഷത്രം തന്നെ വരണം. സഹോദരങ്ങളെ, ദൈവമക്കൾ വചനം പറയുന്നു, അവരെ ദേവദാസം തന്നെ വിളിക്കുന്ന പേര് നക്ഷത്രങ്ങൾ എന്നാണ്. പക്ഷേ ഉദയനക്ഷത്രം ഒന്നേ ഉള്ളൂ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വരുന്ന നക്ഷത്രമാണ് ഉദയനക്ഷത്രം. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. ആരും നിങ്ങൾ വീണു പോകരുത്, നിങ്ങൾ പാപത്തിൽ വീണു പോകരുത്. ദൈവമക്കളെ, ഇനി വീണു പോയാലോ? 94 സങ്കീർത്തനം 18-ാമത്തെ വാക്യം, എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ വീണു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വീണു പോയതിന് ശേഷമല്ല നിലവിളിക്കേണ്ടത്. ഞാൻ വീണു പോകുന്നു എന്നാണ് നിലവിളിക്കേണ്ടത്.
ഞാൻ വീഴുന്നു, എൻ്റെ കാൽ വഴുതുന്നു എന്നാണ് നിലവിളിക്കേണ്ടത്. അതാണ് ആത്മീയ സുബോധം എന്ന് പറയുന്നത്. നിങ്ങൾ പാപത്തിൽ വീണതിന് ശേഷമല്ല നിലവിളിക്കേണ്ടത്. കർത്താവേ, പാപചിന്ത വരുന്നല്ലോ, പാപമോഹം വരുന്നല്ലോ, മദ്യപാനാസക്തി വരുന്നല്ലോ, മുൻകോപം വരുന്നല്ലോ, ശാഠ്യം വരുന്നല്ലോ, നിർബന്ധബുദ്ധി വരുന്നല്ലോ, പിണക്കം വരുന്നല്ലോ, സംശയങ്ങൾ വ്യാപരിക്കുന്നല്ലോ. കർത്താവേ, എനിക്ക് നീരസം ഉണ്ടാകുന്നല്ലോ. അത് ഹൃദയത്തിൽ വരുമ്പോഴാണ് നിലവിളിക്കേണ്ടത്. പാപം വന്നതിന് ശേഷമല്ല നിലവിളിക്കേണ്ടത്. പാപം ഹൃദയത്തിൽ വരുമ്പോഴേ നിലവിളിക്കണം. അതാണ് ഒരു ആത്മീയൻ എന്ന് പറയുന്നത്. അതാണ് ആത്മീയൻ എന്ന് പറയുന്നത്. അവൻ്റെ ഹൃദയത്തിൽ അലാറമുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ അലാറമുണ്ട്. പാപം വരുമ്പോൾ, പാപചിന്ത വരുമ്പോൾ, പാപത്തിൽ വീണുപോകാവുന്ന സാഹചര്യം വരുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അലാറമടിക്കും. അപ്പോഴാണ് നിലവിളിക്കേണ്ടത്. അപ്പോൾ നിലവിളിച്ചു കൊള്ളണം. ഞാൻ വീണു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിന്റെ ദയ എന്നെ താങ്ങി. ദൈവമക്കളെ, ഞാൻ വീണു പോകുന്നല്ലോ കർത്താവേ, എനിക്ക് ശാഠ്യം വന്നു പോകുന്നല്ലോ, എനിക്ക് നിർബന്ധബുദ്ധി വരുന്നല്ലോ, എനിക്ക് പിണക്കം വരുന്നല്ലോ, എനിക്ക് നിരാശ വരുന്നല്ലോ, എനിക്ക് മോഹം വരുന്നല്ലോ, എനിക്ക് വല്ലാത്ത പ്രേമ പാരവശ്യം വരുന്നല്ലോ. ദൈവമക്കളെ, നിങ്ങൾ ചെറുപ്പക്കാർ ഓർക്കുക, ഇതെല്ലാം ഹൃദയത്തിൽ വരുമ്പോഴേ നിലവിളിക്കണം. നിലവിളിച്ചാൽ ദൈവം കോപിക്കില്ല. അയ്യോ കർത്താവേ, എനിക്ക് പാപം വരുന്നു, ഞാൻ വീണു പോകുമെന്ന് നിലവിളിച്ചാൽ ദൈവം കോപിക്കില്ല. ദൈവം കോപിക്കില്ല. ദൈവം എന്ത് ചെയ്യും? നിന്റെ ദയ എന്നെ താങ്ങി. ദൈവമക്കളെ, ഞാൻ വീണു പോകുന്നല്ലോ കർത്താവേ, എനിക്ക് പാപചിന്ത കൂടി വരുവാണല്ലോ, എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലല്ലോ. ദൈവമക്കളെ, അതാണ് നിങ്ങളുടെ നിലവിളിയുടെ വിഷയമെങ്കിൽ ദൈവം നിങ്ങളോട് കോപിക്കില്ല. ദൈവം നിങ്ങൾക്ക് ദയ തരും. ദൈവം നിങ്ങളോട് ദയവോടെ ഇടപെടും. നിങ്ങൾ ശീലിക്കുക പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ വീഴാൻ വേണ്ടിയിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. വീഴാൻ പോകുന്നുവെന്ന് തോന്നിയാൽ, ഒരുത്തൻ പാപം ചെയ്തു പോയെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ അവിടെ വിതലത്തെ ഭാഗത്ത് പാപം ചെയ്ത് കഴിഞ്ഞാലും നിലവിളിക്കും. കർത്താവേ, ഞാൻ പാപത്തിൽ വീണു പോകുമല്ലോ, അതുപോലെ പ്രലോഭനം വരുന്നല്ലോ, അതുപോലെ പരിശോധന വരുന്നല്ലോ. അപ്പോൾ നിലവിളിച്ചാലും ദൈവം നിന്നെ രക്ഷിക്കും. ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ പാപം ക്ഷമിച്ച് പാപം കഴികൾ പ്രാപിച്ച് നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വന്നാലും മരണം വന്നാലും ദൈവരാജ്യത്തിൽ പോകാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. എൻ്റെ നിങ്ങളുടെയും മുമ്പിൽ ആ ദൈവം ആ വഴികൾ തുറന്നു വെച്ചിട്ടുണ്ട്. ആ വഴികൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ മതി. നിങ്ങൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. നിങ്ങൾ തകർന്നു പോയി അയ്യോ ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയുകയല്ല വേണ്ടത്. നിങ്ങൾ ദൈവമക്കളെ കർത്താവിൽ ശരണം വയ്ക്കണം. നിങ്ങൾ യേശുവിൽ ശരണപ്പെടുകയാണ് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമുക്കൊന്നുകൂടെ കടന്നു വരാം. എന്താണ് ഇവിടെ പറയുന്നത്? ഗലാത്യർ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ മക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യം നമുക്ക് ചിന്തിക്കാം. 4 സ്വാതന്ത്ര്യങ്ങളെ പറ്റി നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. 4 സ്വാതന്ത്ര്യം. 1, കൂട്ടുകെട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. കൂട്ടുകെട്ടിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് യൗവനക്കാർക്ക്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്നു. കൂട്ടുകെട്ടിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം. 2, ഭയത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം. 3, രോഗബന്ധനത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം. 4, പാപത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, ഇതെല്ലാം നമുക്കറിയാം. എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം? കൂട്ടുകെട്ടിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം. ബാല്യം മുതൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് പലർക്കും. എങ്ങനെയാണ് ഈ കൂട്ടുകെട്ടിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം കിട്ടുന്നത്? ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. ഞാൻ ആ വാക്യം മുഴുവൻ ഇപ്പോൾ വായിക്കുന്നില്ല, പറഞ്ഞു വരുമ്പോൾ നമുക്ക് വായിക്കാവുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ. അവിടെ നാം എന്താണ് വായിക്കുന്നത്? അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. പൗലോസ്, ഭാഗ്യവാനായ പൗലോസ് തന്നെയല്ല ചെല്ലുന്നത്. തുടർന്ന് ആ ഭാഗം താഴത്തേക്ക് വായിക്കുമ്പോൾ കാണാം, അവനും
കുറച്ച് കൂട്ടുകാരും കൂടെ ഉണ്ട്. എപ്പോഴും തെറ്റായത് ചെയ്യാനായിട്ട് നമുക്ക് കൂട്ടുകാരെ കിട്ടും. സ്മോൾ അടിക്കാൻ പോണോ, കൂട്ടുകാരെ കിട്ടും. പ്രിയപ്പെട്ടവരെ, ചീട്ട് കളിക്കാൻ പോണോ, കൂട്ടുകാരെ കിട്ടും. വേണ്ടാ ദിനത്തിന് പോണോ, കൂട്ടുകാരെ കിട്ടും. പക്ഷേ ഒന്ന് മീറ്റിങ്ങിന് വരാൻ പറഞ്ഞാലോ, ഒന്ന് മീറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞാലോ കൂട്ടുകാരെ കിട്ടുമോ? കൂട്ടുകാരെ കിട്ടൂല, അതിന് കിട്ടൂല. അല്ലാത്ത കാര്യത്തിന് നമുക്ക് കൂട്ടുകാരെ കിട്ടും. അല്ലാത്ത കാര്യത്തിനെല്ലാം കൂട്ടുകാരെ കിട്ടും. അടുത്തുള്ളവരെയൊക്കെ കിട്ടും. ധാരാളം സ്ത്രീകൾക്ക് അടുത്തുള്ളവരുമായിട്ട് ധാരാളം സംസാരിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് അവർക്ക്. ഈ കൂട്ടുകാരൊക്കെ എല്ലാത്തിനും കൂടും. പക്ഷേ അവരെ ഒന്ന് വചനം കേൾക്കാൻ വിളിച്ചാലോ അവരിവിടെ വരികയില്ല. അതിന് കൂട്ടുകാരെ കിട്ടുകയില്ല. തിന്മയിലേക്ക് കൂട്ടുകാരെ ധാരാളം കിട്ടും. നന്മയിലേക്ക് നടത്താനായിട്ട് കൂട്ടുകാരെ കിട്ടുകയില്ല. അങ്ങനെ ഭാഗ്യവാനായ പൗലോസ് അധികാരപത്രം മേടിച്ചു. എന്തിനുള്ള അധികാരപത്രമാണ്? കർത്താവായ യേശുവിൽ വിശ്വസിച്ചതായ പാവപ്പെട്ട കുറേ മനുഷ്യരെ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അവരെ പിടിച്ചു കെട്ടാനും ഉപദ്രവിക്കാനുമുള്ള അധികാരങ്ങളെല്ലാം മേടിച്ചുകൊണ്ടാണ് കൂട്ടുകൂടി വലിയ സന്തോഷമായിട്ട്. കൂട്ടുകാർ കൂടുമ്പോൾ എന്താ നൃത്തമായിരിക്കും. വാസ്തവത്തിൽ അങ്ങനെ നൃത്തം ചെയ്ത് കൂട്ടുകാർ കൂടി പോക്കറ്റിൽ കിടക്കുന്ന കൽപ്പന, വിലയേറിയ കൽപ്പനയല്ലേ പോക്കറ്റിൽ കിടക്കുന്നത്, അതെല്ലാം മേടിച്ച് അങ്ങനെ സന്തോഷമായിട്ട് വരുമ്പോഴാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? എൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോഴാണ് ഒരു ശബ്ദം, ഒരു വചനം, ഒരു വെളിച്ചം അവനെ ചുറ്റി മിന്നുന്നു. ഒരു വചനം അവൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു. ആ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ വചനം ഒരു അപരിചിതനെ പോലെയല്ല സംസാരിക്കുന്നത്. യേശുക്രിസ്തു അയ്യോ നീ ആരാ, നീ എവിടത്തെയാ എന്നും ചോദിച്ചോണ്ടല്ല പറയുന്നത്. ശൗലേ ശൗലേ, ഒരു അപരിചിതനെ പോലെയല്ല. പൗലോസിന് തോന്നുന്നു, ഇതെന്താ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാള്, ഞാൻ ഉപദ്രവിക്കുന്ന ഒരാള്, എനിക്ക് യാതൊരു വിലയും തോന്നാത്ത ഒരാള്. അതാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് പൗലോസിന് മുമ്പിൽ അന്ന് ഒരു വിലയുമില്ല. പൗലോസ് ഇഷ്ടപ്പെടുന്ന ആളല്ല, പൗലോസ് സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്ന ആളല്ല. പക്ഷേ അങ്ങനെ ഒരാള് വളരെ സ്നേഹത്തോടെ പൗലോസിനോട് ഇടപെടുകയാണ്. വളരെ സ്നേഹത്തോടെ ഇടപെടുകയാണ്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? എന്താ ശൗലേ ഇത്? എനിക്കോ എൻ്റെ കൂടാരമടിപ്പാനും തിരശ്ശീല നിവർത്താനും എനിക്ക് അധികം ആരുമില്ല. ഉള്ള മനുഷ്യരെ നീ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഉള്ള മനുഷ്യരെ നീ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ദൈവമക്കളെ, നിനക്കൊരവസരം ഞാൻ തരികയാണ്. നിനക്കൊരവസരം ഞാൻ തരികയാണ്. പൗലോസിനോട് കർത്താവ് പറയുന്ന വാക്കിൻ്റെ രത്നച്ചുരുക്കം അതാ. എന്തിനാ പൗലോസ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിനക്ക് ഞാനൊരവസരം തരിക. ദൈവമക്കളെ, ഈ വാക്യെല്ലാം വായിക്കുമ്പോൾ ഞാനും ഓർത്തു പോകുന്നത് എൻ്റെ ഇവിടേക്ക് വരുന്നതിന് മുമ്പുള്ള കാലമാണ്. ഒരിക്കലും യേശുക്രിസ്തുവിനോട് ഒരു സ്ഥായിയായ ബന്ധം ഞാൻ ആഗ്രഹിച്ചില്ല. ഒരിക്കലും ഈ കൂട്ടായ്മയോടും ഒരു സ്ഥായിയായ ബന്ധം ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ വന്നത്. എൻ്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് ഒന്ന് വന്ന് കേട്ട് പോവുക ഇടയ്ക്കൊക്കെ. യേശുവിനോടും എനിക്ക് അത്രയ്ക്കുള്ള സ്നേഹമുണ്ടായിരുന്നു, അത്രയ്ക്കുള്ള അടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ഥായിയായ ബന്ധം ആഗ്രഹിച്ചല്ല ഞാനിവിടെ വന്നത്. നിങ്ങൾ പലരും അങ്ങനെയെല്ലാം വന്നവരാണ്. നിങ്ങൾ പലരും അങ്ങനെ ഒരു സ്ഥായിയായ ബന്ധം ആഗ്രഹിച്ച് വന്നതല്ല. പൗലോസ് അങ്ങനെ ഒരു ബന്ധം ആഗ്രഹിച്ച് പോയ മനുഷ്യനല്ല. അപ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ വിളി. ദൈവമക്കളെ, അങ്ങനെ ജീവിച്ച കാലത്താണ് എന്നെയും ദൈവം ഈ കൃപയിലേക്ക് വിളിച്ചത്. എന്നെയും ദൈവം ഈ സ്നേഹത്തിലേക്ക് വിളിച്ചത്. ഒരു സ്ഥായിയായ ബന്ധം ഞാൻ ആഗ്രഹിച്ചില്ല. ഒന്ന് തൊട്ട് പോവുക എന്നുള്ള ഉപരിയായി ഞാനൊന്നും ആഗ്രഹിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിന്നും അത്രയ്ക്കുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. വല്ലപ്പോഴൊക്കെ ഒന്ന് വരിക, വല്ലപ്പോഴൊക്കെ ഒന്ന് കേൾക്കുക, വല്ലപ്പോഴും ടി വിയിൽ കൂടെ കേൾക്കുക, വല്ലപ്പോഴൊക്കെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വരിക, വല്ലപ്പോഴൊക്കെ ഒന്ന് വേദപുസ്തകം വായിക്കുക, വല്ലപ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ അല്ലാതെ ഈ പറയുന്ന പോലെയൊക്കെ ജീവിക്കാൻ ആർക്കും സാധിക്കും? പറ്റുന്നിടത്തോളമൊക്കെ ചെയ്യാം എന്ന ഭാവത്തോടെ ആയിരിക്കും നിങ്ങൾ വന്നത്.
ഞാൻ അങ്ങനെ വന്നവനാ എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ കർത്താവായ യേശു അവൻ്റെ സ്നേഹച്ചങ്ങലയാൽ അവനെന്നെ പിടിച്ചു. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ തൊട്ട് പോകാനും വല്ലപ്പോഴും വരാനും വല്ലപ്പോഴും ദിവസവും വായിക്കാനും ആവശ്യം വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനും വലിയ കുഴപ്പം കൂടാതെ മാനവ മര്യാദയായിട്ട് ജീവിച്ചു പോകുക. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാം മുഴുവൻ സാധിക്കുമോ? എല്ലാം ഒന്നും സാധിക്കില്ല. ആ മനോഭാവത്തോടെ ഇവിടെ വന്ന ദൈവവചനം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ മേൽ ദൈവകൃപ ഇറങ്ങുന്ന സമയമാണ്. നിങ്ങളുടെ ചെവിയിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുന്ന സമയമാണ്. ശൗലേ ശൗലേ ഹല്ലേലൂയ, എനിക്ക് തിരശ്ശീലടിപ്പാനും എൻ്റെ കൂടാരം നിവർത്താനും എനിക്കാരുമില്ല. നിനക്കൊന്ന് വരാവോ? ഹല്ലേലൂയ, നിനക്കൊന്ന് വരാവോ സഹോദര? നിന്നെ ദൈവം വിളിക്കുകയാണ്. സഹോദരി, നിനക്കൊന്ന് വരാവോ? അധികം പേരില്ല, പ്രാർത്ഥിക്കാൻ അധികം പേരില്ല, വിനയപ്പെടാൻ അധികം പേരില്ല. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേക ഭാര്യമാർക്കും തയ്യാറല്ല. അമ്മായിമ്മയെ സ്നേഹിക്കാൻ അനേക മരുമക്കൾക്കും തയ്യാറല്ല. മരുമകളെ സ്നേഹിക്കാൻ അനേക അമ്മായിമാർ തയ്യാറല്ല. എന്നാൽ നിനക്കൊരാൾക്ക് വരാവോ? നിനക്കൊരാൾക്ക് ഈ പന്തിയിലേക്ക് വരാവോ? നിനക്കൊരാൾക്ക് വിളമ്പുകാരനാകാവോ? നിനക്കൊരാൾക്ക് വേദപുസ്തകം പഠിക്കാവോ? നിനക്കൊരാൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാവോ? നിനക്കൊരാൾക്ക് സ്നേഹം പറഞ്ഞു കൊടുക്കാവോ? നിനക്കൊരാളെ സ്നേഹിക്കാവോ? ഹല്ലേലൂയ. നിന്നെ വെറുക്കുന്ന ഒരാളെ നിനക്ക് സ്നേഹിക്കാവോ? ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെയാണ് ദൈവത്തിൻ്റെ വിളി വരുന്നത്. അവിടെയാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത്. ഇപ്പോഴും ആ വിളി മുഴങ്ങി നിൽക്കുകയാണ്. ശൗലേ ശൗലേ എന്നാണെന്ന് വിളിച്ചതെങ്കിൽ ഇപ്പോഴും ആ വിളി മുഴങ്ങി നിൽക്കുകയാണ്. എന്നെ വിളിച്ച വിളി ഞാൻ ഓർക്കുന്നുണ്ട്. താഴോട്ട് ഇറങ്ങി വാ എന്ന് വിളിച്ചതായ ആ സക്കായി വിളിച്ച വിളി ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവവേദന ഇപ്പോൾ നിന്നെ വിളിക്കുകയാണ്. അധികം പേരില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, അധികം പേരില്ല ഈ യേശുവിൻ്റെ പിന്നാലെ പോകാൻ, അവൻ്റെ കൂടെ പോകാൻ, അവൻ്റെ സ്വഭാവം പ്രാപിപ്പാൻ, അവൻ്റെ മനസ്സ് പ്രാപിപ്പാൻ, അവൻ്റെ വേല ചെയ്യാൻ, അവനെ പോലെ വീട്ടിലുള്ളവരെ സ്നേഹിപ്പാൻ, അവനെ പോലെ ബലഹീനരെ താങ്ങുവാൻ, അവനെ പോലെ അവശരെ താങ്ങുവാൻ, അവരെ പോലെ പാപികളെ പൊക്കിയെടുക്കാൻ അധികം പേരില്ല. നിനക്കൊരാൾക്ക് വരാവോ സഹോദര? നിനക്കൊരാൾക്ക് വരാവോ? പ്രിയ പിതാവേ, നിനക്കൊന്ന് വരാവോ? ഡോക്ടറായ സഹോദര, നിനക്കൊന്ന് വരാവോ? പ്രിയപ്പെട്ട എഞ്ചിനീയറെ, നിനക്കൊന്ന് വരാവോ? അധ്യാപകന്മാരെ, നിങ്ങൾക്കൊന്ന് വരാവോ? കൃഷിപ്പണിക്കാരെ, നിങ്ങൾക്കൊന്ന് വരാവോ? ആ ഹല്ലേലൂയ ദൈവമക്കളെ, കൂലിപ്പണിക്കാരെ, നിങ്ങൾക്കൊന്ന് വരാവോ? ധനമുള്ള മനുഷ്യ, നിനക്കൊന്ന് വരാവോ? നിന്റെ വാഹനമെന്ന് ഓടിച്ചു കൊണ്ടുവരാവോ? ഈ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിനക്കൊന്ന് വരാവോ? സ്വർഗത്തിലെ ദൈവം നിന്നെ ആശീർവദിച്ച് വിളിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തുടർന്ന് നാം വായിക്കുന്ന എന്താണ്? 7-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. 7-ാമത്തെ വാക്യം, അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ദൈവത്തിന് സ്തോത്രം. അവരൊരു ഉപകാരം ചെയ്തു കേട്ടോ. അടുത്ത വാക്യം എന്താ? അവര് എന്തോ ഒരു ഒച്ച കേട്ടു. കൂട്ടുകാരെന്തൊക്കെ ഒരു ഒച്ച കേട്ടു. കൂട്ടുകാരൊരു ഒച്ച മാത്രമേ കേട്ടുള്ളൂ, ഒന്നും കണ്ടില്ല, വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. അവരൊരു ഉപകാരം ചെയ്തു. പൗലൂസിനെ കൊണ്ടുപോയി എവിടെയാക്കി? ദമസ്കോസിലാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നിങ്ങളുടെ കൂടെ വന്നിട്ട് പിന്നെ വരാത്ത കൂട്ടുകാരില്ലേ? ഇവിടം വരെ നിങ്ങളുടെ കൂടെ ഒന്ന് കൊണ്ടുവന്ന് ആക്കി, പിന്നെ ഇല്ല പിന്നെ അവർ പോയി. നിങ്ങളിവിടെ കൊണ്ടുവന്ന് ആക്കിയ ചിലരൊക്കെ പോയിട്ടില്ലേ? നിങ്ങളിവിടെ കൊണ്ടുവന്ന് ആക്കിയ എല്ലാവരും ഇപ്പോൾ ഉണ്ടോ? നിങ്ങളിവിടെ വിളിച്ചുകൊണ്ട് വന്ന എല്ലാവരും ഇപ്പോൾ ഉണ്ടോ? പൗലൂസിൻ്റെ കൂട്ടുകാരവനെ ദമസ്കോസിൽ കൊണ്ടേ ആക്കി, പിന്നെ അവരില്ല. ഹല്ലേലൂയ ദൈവമക്കളെ, എത്ര ദയനീയമായൊരവസ്ഥ. ഹല്ലേലൂയ ദൈവത്തിലെ, നീ വിളിക്കപ്പെട്ടവനാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ മുദ്രയേറ്റവനാണ്, നീ ആത്മാവിനെ പകർന്നു കിട്ടിയവനാണ്. നിന്നെ ഇവിടെ കൊണ്ടുവന്നവരില്ല. അവരകന്നു പോയി കാണും, അവർ വിട്ടുപോയി കാണും, അവർ ആത്മാവിനോട് പരതലിച്ച വീണുപോയി കാണും. ഹല്ലേലൂയ ദൈവത്തിലെ, നീ അവരെ നോക്കി നിൽക്കല്ലേ, നീ അവരുടെ കൂട്ടുകൂടാൻ നിൽക്കല്ലേ. നിന്നെ വിളിച്ചവൻ വലിയവനാണ്, നിന്നെ വിളിച്ചവൻ അത്ഭുത മന്ത്രിയാണ്, നിന്നെ വിളിച്ചവൻ സമാധാന പ്രഭുവാണ്, അവൻ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അവനാണ് നിന്നെ വിളിച്ചത്. നീ അവനോടുകൂടിയാണ് പോകേണ്ടത്. പഴയ കൂട്ടുകാർ വിട്ടുപോയി, പിന്നെ അവരെ കുറിച്ച് കാണാൻ പോലുമില്ല. അങ്ങനെ കൂട്ടുകെട്ട് വിട്ടു. ഭാഗ്യവാനായ പൗലോസ് ഏകനായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പിന്നീട് അത്ഭുതങ്ങളുടെ കാലമായിരുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ രോഗസൗഖ്യത്തിന്റെ അത്ഭുതമല്ല, വീട് പണിയുടെ അത്ഭുതമല്ല, സാമ്പത്തിക ജോലി കിട്ടുന്നതിന്റെ അത്ഭുതമല്ല. ജീവിതത്തിൽ പഴയതെല്ലാം അങ്ങ് മാറി മറിയുകയാണ്. പുതിയ അധ്യായം കുറിക്കുകയാണ്. പഴയ സ്വഭാവങ്ങൾ മാറുകയാണ്, പഴയ നീരസങ്ങൾ മാറുകയാണ്, ആള് മാറുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആൾ മാറുന്നുണ്ടോ സഹോദരങ്ങളെ? അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ഇന്ന് വരെ ജീവിതത്തിൽ ഒരത്ഭുതവും കിട്ടാത്ത പലരും കൂടി ഇരിക്കുന്നുണ്ട്. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മദ്യപാനം മാറിയിട്ടില്ല, വീട്ടിൽ കലഹം മാറിയിട്ടില്ല, പരീക്ഷ ജയിച്ചിട്ടില്ല, കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടില്ല, ഇതുവരെയും കുടുംബത്തിൽ ശാന്തി വന്നിട്ടില്ല, ഒരവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല, കുടുംബത്തിൽ കോപം മാറിയിട്ടില്ല. പ്രിയ ദൈവവേദലേ, ഇതെല്ലാം മാറണമെങ്കിൽ ഇവിടെ വന്നാൽ പോരാ. നീ യേശുവിന്റെ മകനാകണം, നീ യേശുവിന്റെ മകളാകണം, നീ രക്ഷയിലേക്ക് കടന്നു വരണം. ഒരു ബോൺ അഗൈൻ എക്സ്പീരിയൻസ് നിനക്ക് വേണം. നീ യേശു ക്രിസ്തുവിന്റെ ദാസനാകണം, നീ യേശുവിന്റെ ദാസനാകണം, നീ യേശു ക്രിസ്തുവിന്റെ ദാസനാകണം. അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുകയുള്ളൂ, അപ്പോഴാണ് നിന്റെ വിവാഹം നടക്കുകയുള്ളൂ. എൻ്റെ ഭാര്യ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവൾ മനസ്സാന്തരപ്പെട്ട കാലത്ത് അവളോട് കൂട്ടായ്മ നടത്തിക്കൊണ്ടിരുന്ന ദേവദാസൻ പറഞ്ഞു, മോളെ നീ ആത്മാവിൽ നിറയാതെ നിന്റെ കല്യാണം നടക്കില്ല കേട്ടോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കതൊന്നും പറയാൻ അറിഞ്ഞുകൂടാ, പക്ഷേ ഞാനൊന്ന് പറയും, ആത്മാവിൽ നിറഞ്ഞാലേ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ നിനക്ക് സമാധാനമുള്ള കുടുംബജീവിതം ഉണ്ടാകുകയുള്ളൂ. ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ നിനക്ക് നിന്റെ ഭർത്താവിനെ കിട്ടിയാൽ തൃപ്തി വരികയുള്ളൂ. ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ ഭാര്യയിൽ സംതൃപ്തി തോന്നുകയുള്ളൂ. ആത്മാവിന് നിറഞ്ഞാൽ മാത്രമേ നിന്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ പിറക്കുകയുള്ളൂ. ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ നിനക്ക് ഇത് ആസ്വാദ്യകരമായി തീരുകയുള്ളൂ. ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരികയുള്ളൂ. നീ ഒരു വാക്ക് പറഞ്ഞാൽ കുടുംബത്തിൽ തീ കത്തും, സ്നേഹത്തിന്റെ അഗ്നി കത്തും. ഹല്ലേലൂയ! ആ സ്നേഹത്തിന്റെ അഗ്നി കത്തും. നീ ഒന്ന് മിണ്ടിയാൽ, നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ, നീ ഒന്ന് കുടുംബത്തിൽ ഇരുന്ന് വേദപുസ്തകം വായിച്ചാൽ നിന്റെ ഭവനത്തിൽ ആത്മാവിന്റെ പ്രകാശം കടന്നു വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനെന്താണ് വേണ്ടത്? മനസ്സാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, ഒരു ബോൺ അഗൈൻ ആകണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളായി തീരണം, യേശുക്രിസ്തുവിൻ്റെ ദാസനായി തീരണം. സ്വന്തമായി എനിക്കൊരു കഴിവില്ല എന്ന് പറയാൻ സാധിക്കണം. സ്വന്തമായി എനിക്ക് ഒരു കഴിവില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും പുതിയ. എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരമുള്ളത് കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് കഴിയില്ലായിരുന്നു, എനിക്കൊന്നും കഴിയില്ലായിരുന്നു, എനിക്ക് യാതൊന്നും കഴിയില്ലായിരുന്നു. പ്രിയ ദൈവവേദനയെ, നിനക്കൊരു കാര്യവും കഴിയില്ല കേട്ടോ. യേശുവിനോടുള്ള ബന്ധം കൂടാതെ നിനക്കൊരു കാര്യവും കഴിയുകയില്ല, ഒരു കാര്യവും നിനക്ക് കഴിയുകയില്ല. ആ ബന്ധം കിട്ടിയാൽ നീ പഠിക്കും, നിനക്ക് ബുദ്ധി കിട്ടാൻ തുടങ്ങും, നിന്റെ പഠനം ശരിയാകും, നിന്റെ ഭാവി ശരിയാകും, നിന്റെ കുടുംബജീവിതം ശരിയാകും. ഹല്ലേലൂയ! ദൈവമക്കളെ, അങ്ങനെ ഭാഗ്യവാനായ പൗലോസ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനേകം വാഗ്ദത്തങ്ങളാണ്. രക്ഷിക്കപ്പെട്ടവർക്കുള്ള വാഗ്ദത്തങ്ങളുണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവർക്ക്, മടങ്ങി വരുന്നവർക്ക് വാഗ്ദത്തങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണെന്നറിയാവോ? യെശയ്യാ 54-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു, നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ. ദൈവം ഉടമ്പടി ചെയ്യും. ദൈവമക്കളെ, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ, നിങ്ങൾ ദൈവവേദനായി തീരുമ്പോൾ, ജീവനുള്ള ദൈവം നിങ്ങൾക്ക് ഉടമ്പടികൾ ചെയ്യും നിങ്ങളോട്. നോഹയുടെ കാലത്ത് ദൈവം ഉടമ്പടി ചെയ്തു. മഴവിൽ ആകാശത്തിൽ കാണുമ്പോൾ ഞാൻ ഓർക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. ദൈവമക്കളെ, നിങ്ങൾ ഓരോന്നും ദൈവം ഓർക്കാൻ തുടങ്ങും. ദൈവം ഓർക്കാൻ തുടങ്ങും. നിങ്ങളെ കാണുമ്പോൾ ദൈവം ഓർക്കും. നിങ്ങളെ കാണുമ്പോൾ ദൈവം ഓർക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ദൈവം ഓർക്കും, ഇതെൻ്റെ കുഞ്ഞാണല്ലോ. നിങ്ങൾ IC യൂണിറ്റിൽ കിടക്കുമ്പോൾ ദൈവം ഓർക്കും, ഇതെൻ്റെ കുഞ്ഞാണല്ലോ കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കിടക്കുമ്പോൾ ദൈവം ഓർക്കും, എൻ്റെ കുഞ്ഞാണല്ലോ കിടക്കുന്നത്. ഹല്ലേലൂയ! ഞാൻ കാണുമ്പോൾ ഞാൻ ഓർക്കും. ദൈവം നിങ്ങളെ കാണുമ്പോൾ ദൈവം ഓർക്കും, എൻ്റെ കുഞ്ഞാണല്ലോ, രക്ഷിക്കപ്പെട്ട കുഞ്ഞാണല്ലോ, എന്നോട് വാക്ക് പറഞ്ഞ മോളാണല്ലോ, എന്നോട് സമർപ്പണം പറഞ്ഞ മകനാണല്ലോ. അവൻ ഓർക്കും. ഹല്ലേലൂയ! ദൈവത്തിലെ ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. നീ ഇന്ന് രക്ഷ അനുഭവിച്ചുകൊണ്ട് പോയാൽ, യേശുവിനെ സ്വീകരിച്ചു കൊണ്ടുപോയാൽ, നിന്നെ വിടുവിക്കാൻ അവൻ ശക്തനാണ്. നിന്റെ അതിവേദനകൾ മാറ്റാൻ അവൻ ശക്തനാണ്. നിന്റെ സങ്കടങ്ങൾക്ക് പരിഹാരം തരാൻ അവൻ ശക്തനാണ്. നിന്റെ ആത്മാവിൽ ജീവൻ തരാൻ അവൻ ശക്തനാണ്. നീ അവിടെ വന്നിരിക്കുമ്പോൾ അവൻ ഓർക്കും. ഹല്ലേലൂയ! എൻ്റെ കുഞ്ഞ് ഇന്നും വന്നല്ലോ, അവൻ ഹൃദയം നിറയെ
വേദനയോടെയാണല്ലോ വന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഓർക്കും. നീ ആശുപത്രി കിടക്കുമ്പോൾ ദൈവം ഓർക്കും. നീ മുട്ടുകുത്തുമ്പോൾ ദൈവം ഓർക്കും. നീ വേദനയോടെ പരിഭ്രമത്തോടെ ഈ എന്ത് ചെയ്യേണ്ടോ നിലവിളിക്കുമ്പോൾ ദൈവം ഓർക്കും. അത്യാഹിത മുമ്പിൽ വരുന്നല്ലോ നിലവിളിക്കുമ്പോൾ ദൈവം ഓർക്കും. എൻ്റെ കുഞ്ഞാണല്ലോ എന്ന് ദൈവം ഓർക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നു കണ്ട മിസ്രയീമ്യരെ കാണുകയില്ല. കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമ്യരെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ദൈവമക്കളെ, മനോഹരമാണ് ആ ഗീതം. നമുക്കൊന്ന് പാടി അവസാനിപ്പിക്കണം. ഇന്ന് കണ്ട മിസ്രയീമ്യരെ കാണുകയില്ല. വിറ്റതും നട്ടതും ഒക്കെ ഇനി പുറകെ വരില്ല. ദൈവത്തിലെ ഇന്ന് സമർപ്പണം എടുത്താൽ നിന്റെ കഴിഞ്ഞകാല പാപങ്ങൾ നിന്റെ പുറകെ വരില്ല. വിട്ടുകളഞ്ഞ പാപങ്ങൾ നിന്റെ പുറകെ വരികയില്ല. കഴിഞ്ഞ കാല പാപങ്ങൾ നിന്റെ പുറകെ വരികയില്ല. നീ വിറ്റതും വെറുത്തതൊന്നും നിന്റെ പുറകെ വരികയില്ല. ഹല്ലേലൂയ. മിസ്രയീമിലെ ദൈവമക്കളെ, യോർദാൻ വഴി പിരിഞ്ഞു പോകും. ഹല്ലേലൂയ. ദൈവത്തിലെ നിനക്ക് അസാധ്യമായ യോർദാനുകൾ വഴി പിരിഞ്ഞു തരും. ഹല്ലേലൂയ. നീ ജീവിതത്തിൽ രണ്ടായി തീരും, രണ്ട് വഴിയായി തിരിയും. കഴിഞ്ഞ ഒരു കാലം, ഇനി ഒരു പുതിയ കാലം. ഒരു പഴയ കാലം, ഇനി ഒരു പുതിയ കാലം. യഹോവേ, പഴയത് കഴിഞ്ഞു പോയി, ഞാൻ പുതിയതായി തീർന്നിരിക്കുന്നു. അടുത്ത വരി ഇവിടെ നമുക്ക് ചേർന്ന് പാടാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഴയത് കഴിഞ്ഞു പോയി, ആ യോർദാൻ കടന്നുപോയി, ആ ചെങ്കടൽ പിളർന്നുപോയി. ആ പഴയ പാപം ഇനി വരികയില്ല. പഴയ പാപചിന്തകൾ വരില്ല. പഴയ ആപത്തുകൾ മടങ്ങി വരികയില്ല. പഴയ രോഗങ്ങൾ മടങ്ങി വരികയില്ല. പഴയ കെടുതികൾ മടങ്ങി വരികയില്ല. കഴിഞ്ഞ കാലത്തെ ഇതിന്റെ ദോഷങ്ങൾ മടങ്ങി വരികയില്ല. നമുക്ക് ചേർന്ന് പാടാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് നാം പാടിപ്പോകുന്നത്? ചെങ്കടൽ പിളർന്നു വഴി തരും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ. യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ.